ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഷോളിൽ എങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് സ്കാലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ ഞാൻ രണ്ട് രീതിയിൽ ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ഫുള്ളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുമെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണണം. കണ്ടാൽ മാത്രമേ അത് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. രണ്ട് രീതിയിൽ ഞാനത് കാണിക്കുന്നുണ്ട്. ആദ്യം നമുക്ക് കോയിൻ വെച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് നമുക്ക് ഒരു അബായയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്തെടുക്കുന്നത്. അബായയ്ക്ക് ബ്ലാക്ക് ഷോള്, ആ രണ്ട് സൈഡിലും സ്കാലപ്പ് ചെയ്തെടുക്കണം. വൈറ്റ് നൂലിലാണ് നമ്മളിവിടെ സ്കാലപ്പ് ചെയ്തെടുക്കുന്നത്. ബ്ലാക്ക് ഷോളിന് നമുക്ക് നല്ലത് വൈറ്റ് നൂലാണ് നല്ലത്. അപ്പം നമുക്ക് പിന്നെ ഇതുപോലെ സ്കെയിൽ വെച്ചൊന്ന് ആദ്യം വരച്ചെടുക്കാം. സ്കെയിൽ വെച്ച് ആദ്യം ഇതുപോലെ ഒന്ന് കുറച്ച് അകത്തി ഒന്ന് വരച്ചെടുക്കണം. കാരണം നമുക്കവിടെ ഫ്രെയിം വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. കാരണം എംബ്രോയ്ഡറി മെഷീനിലാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ ഞാൻ റണ്ണിങ് മെറ്റീരിയലിൽ നിന്ന് മുറിച്ചെടുത്തിരിക്കുന്നതാണ് ഷോളിനായിട്ട്. അതുകൊണ്ട് ഞാൻ രണ്ട് സൈഡ് വെച്ചിട്ട് കൂട്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. എന്തെന്ന് വെച്ചാൽ ഇതുപോലെ നമുക്ക് വരച്ചിട്ട് നമുക്കത് കട്ട് ചെയ്തൊക്കെ എടുക്കാനുള്ളതുകൊണ്ട് അതിൻ്റെ നീളം കുറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി കൂട്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പം എന്താ ഇതുപോലെ വരച്ചെടുക്കുക. ഫുള്ളായിട്ട് ഒരു രണ്ട് സൈഡും ഇതുപോലെ വരച്ചെടുക്കണം. വരച്ചെടുത്തതിന് ശേഷം നമുക്ക് കോയിൻ വെച്ചിട്ട് നമുക്കത് സ്കാലപ്പിൻ്റെ അതേ ആകൃതിയിൽ വരയ്ക്കുകയാണ് ചെയ്യേണ്ടത്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ സ്റ്റിച്ചിങ്ങുമായി ബന്ധപ്പെട്ടിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതുപോലെ കോയിൻ വെച്ച് കൊടുത്തിട്ട് കോയിനിൻ്റെ പകുതി വെച്ചാണ് നമ്മളിവിടെ വരച്ചെടുക്കുന്നത്. ഇപ്പോൾ കോയിൻ വെച്ച് ഇതുപോലെ വരയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ വരച്ച് കാണിക്കുന്നത്. നമുക്ക് ഫ്രെയിമിൽ വെച്ചതിന് ശേഷം വരയ്ക്കുന്നതായിരിക്കും ഏറ്റവും സിമ്പിള്. ഞാൻ ഫ്രെയിമിൽ വെച്ചിട്ടാണ് കൂടുതലും വരച്ചെടുക്കാറ്. നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ കോയിൻ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് പിന്നെ കോയിൻ്റെ പകുതി വെച്ചാണ് നമ്മൾ വരയ്ക്കുന്നത്. ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ പകുതി വെച്ച് ഇതുപോലെ കറക്റ്റായിട്ട് വരച്ച് കൊടുക്കുക. ഞാൻ കുറച്ചിവിടെ വരച്ചെടുത്തിട്ടുണ്ട്. വരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഫ്രെയിമിൽ ഇതുപോലെ ഫിറ്റ് ചെയ്ത് കൊടുക്കണം. ഫ്രെയിമിൽ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഫ്രെയിമിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. സാധാരണ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും പിന്നെ അതിൻ്റെ സ്ക്രൂ വരുന്ന ഭാഗം നമ്മൾ മുകളിലാണ് വരുന്നത്, എന്നിട്ട് മറ്റേ ഭാഗം താഴെയാണ് വരുന്നത്. ഇത് തിരിച്ചാണ് വയ്ക്കേണ്ടത്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിലിടാം. ഈ മെഷീൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു മിറർ വർക്കിൻ്റെ ഒരു വീഡിയോ ഇടുന്നുണ്ട് അടുത്തതായിട്ട്. അപ്പോൾ അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യുന്നതായിട്ട് ഞാൻ പറഞ്ഞു തരാമെന്ന്. അപ്പോൾ നമുക്ക് പേപ്പറിലും സ്കാലപ്പിനുള്ളത് വരച്ചെടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് മെറ്റീരിയലിൽ നമുക്ക് വരയ്ക്കാൻ കഴിയും. ഇതുപോലെ പേപ്പർ ഇതുപോലെ മടക്കി വയ്ക്കുക. മടക്കി വെച്ചതിന് ശേഷം നമുക്ക് കോയിൻ്റെ പകുതി വെച്ച് നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കത് മെറ്റീരിയലിൽ വെച്ച് വരച്ച് കൊടുക്കാം. അതും സ്കാലപ്പ് ചെയ്യുന്നതിന് വരയ്ക്കാനായിട്ട് എളുപ്പമുള്ളൊരു വഴിയാണ് നമുക്ക് ഈ പേപ്പറിൽ കട്ട് ചെയ്തെടുക്കുന്നതും. പേപ്പറിൽ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കതുപോലെ വരച്ച് കൊടുത്താൽ മതി. അപ്പം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. 3-4 ആയിട്ട് മടക്കി വെച്ചിട്ട് നമുക്കിതുപോലെ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ വരും. നമുക്ക് ഇതുപോലെ കിട്ടും. ഇപ്പം ഞാൻ രണ്ടായിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇതുപോലെ ഒരു ചെറിയ പേപ്പർ കട്ട് ചെയ്തെടുത്തത്. അപ്പം ഇതുപോലെ കട്ട് ചെയ്ത് നമുക്ക് ചെയ്യാം. ഇതിപ്പം എൻ്റെ പുതിയ മെഷീനാണ്, എംബ്രോയ്ഡറി മെഷീൻ. ഇതിൻ്റെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ, ഇത് വാങ്ങിക്കുന്ന കാര്യങ്ങളും എല്ലാം ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പ്. അപ്പം ഞാൻ പറഞ്ഞിരുന്നു ഈ മെഷീനിൽ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും എല്ലാം ഞാൻ പുറകെ ഇടാമെന്ന്. അപ്പം ഇതിൽ നമ്മൾ സ്കാലപ്പൊക്കെ ചെയ്താൽ നമുക്ക് വളരെ വേഗത്തിൽ ചെയ്തെടുക്കാൻ കഴിയും, വളരെ പെട്ടെന്ന് തന്നെ. ഇതിൻ്റെ ഞാൻ 3-ലിട്ടിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പം നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പം ഇതുപോലെ ഒറ്റ അളവിൽ തന്നെ ചെയ്യണം. അപ്പം ആ 3-ൽ തന്നെ ഇട്ടിട്ട് നമ്മൾ ഫുള്ളായിട്ട് ചെയ്യണം. അല്ലെങ്കിൽ 6-ലിട്ടിട്ടാണ് ചെയ്യുന്നതെങ്കിൽ 6-ൽ തന്നെ ഇട്ടിട്ട് ചെയ്യുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതിലിപ്പോൾ ഞാൻ സ്കാലപ്പ് മാത്രമാണ് പറയുന്നത്. അതുകൊണ്ടാണ് മെഷീൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇടാത്തത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ എന്തായാലും ഉറപ്പായിട്ടും ഈ മെഷീൻ്റെ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ ഞാൻ ഇടാം. ഒരു അബായം ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ അടുത്ത് വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് അടുത്ത വീഡിയോ. അതിൽ ഞാൻ മിറർ എങ്ങനെയാണ് നമ്മൾ ഇപ്പം
വെച്ചിട്ട് പിന്നെ നമ്മൾ സ്റ്റിച്ച് എംബ്രോയ്ഡറി ചെയ്യാറുണ്ടല്ലോ, മിറർ വെച്ചുള്ള എംബ്രോയ്ഡറി, അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മെഷീൻ്റെ ഉപയോഗങ്ങളും കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ എന്തായാലും നിങ്ങൾ മറക്കാതെ കാണുക. അപ്പം നിങ്ങൾക്ക് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഈ വരച്ച ഭാഗത്തു കൂടി നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്താൽ വന്നാൽ മാത്രം മതി. ഞാനിപ്പോൾ അതേ 3-ലിട്ടാണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പം പിന്നെ ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഈ ഫ്രെയിം മാറ്റി കൊടുത്തുകൊണ്ടിരിക്കണം. ഫ്രെയിം ഇതുപോലെ മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിച്ച് കൊടുക്കണം. എന്നാൽ മാത്രമേ ഇത് സ്റ്റിച്ച് വീഴുകയുള്ളൂ. ഇതുപോലെ ചെറുതായിട്ട് ചലിപ്പിച്ച് കൊടുക്കുക. ഈ മെഷീനിലാകുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് വളരെ വേഗത്തിൽ തന്നെ ചെയ്തെടുക്കാൻ കഴിയും. ഇതുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ കഴിയും. മറ്റേ പിന്നെ മെഷീനുകളിലാവുമ്പോഴത്തേക്കും ഈ മെഷീനിലാവുമ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് സ്കാലപ്പൊക്കെ തന്നെ 2 സൈഡും സ്റ്റിച്ച് ചെയ്തൊക്കെ എടുക്കാൻ കഴിയും. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും സ്ലോയിൽ കാണിക്കുന്നത്. ഇതുപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ കഴിയും. ഇതുപോലെ നമ്മൾ ഫ്രെയിം ഒന്ന് മാറ്റി കൊടുത്താൽ മാത്രം മതി. നമ്മൾ ആ വരച്ച ഭാഗത്തു കൂടി സ്റ്റിച്ചിങ് വീണോളും. ഞാനിപ്പോൾ 3-ലിട്ടാണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 3-ലിട്ടാണ് ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ 3-ലിട്ട് ഫുള്ളായിട്ട് നമ്മൾ അന്നേരം സ്റ്റിച്ച് ചെയ്തെടുക്കണം. കുറച്ച് സ്റ്റിച്ച് ചെയ്യുന്ന മാത്രമേ ഞാനിവിടെ കാണിക്കുന്നുള്ളൂ. ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന കാണിക്കുന്നില്ല. എന്ന് വെച്ചാൽ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന കാണിച്ചാൽ വീഡിയോ ലോങ് ആയി പോകും, ഒത്തിരി നീണ്ടു പോകും. അപ്പം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ അത്രയും കഴിഞ്ഞിട്ട് ബാലൻസ് പിന്നെ ആ ഫ്രെയിം മാറ്റി കൊടുത്തതിന് ശേഷം ബാക്കി താഴേക്ക് വീണ്ടും സ്റ്റിച്ച് ചെയ്താൽ മതി. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ വരും. അപ്പം ഇവിടെയാണ് ഞാൻ ഈ പറഞ്ഞ 3-ലിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞത്. ഇപ്പം ഇവിടെ 3-ലാണ് ഇട്ടിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്കിനി ഇത് സോൾഡറിങ് അയൺ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. സോൾഡറിങ് അയൺ വെച്ചാണ് ഞാൻ ഈ സ്കാലപ്പിൻ്റെ ഭാഗം കട്ട് ചെയ്തെടുക്കുന്നത്. അത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിനു മുമ്പ് ഉള്ള വീഡിയോയിൽ ഞാൻ സോൾഡറിങ് അയൺ യൂസ് ചെയ്യുന്നതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ നമ്മൾ നന്നായിട്ട് ചൂടാകുക. സോൾഡറിങ് അയൺ നമ്മൾ പ്ലഗിൽ കുത്തിയിട്ട് നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും സോൾഡറിങ് അയൺ നന്നായിട്ട് ചൂടായി പുക വരുന്ന ഭാഗം ആകുമ്പോഴത്തേക്കും മാത്രം നമ്മൾ മെറ്റീരിയലിലേക്ക് വെച്ച് കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ എന്നാലേ നല്ല ഫിനിഷിങ് കിട്ടുകയുള്ളൂ, നല്ല വൃത്തിയായിട്ട് കിട്ടുകയുള്ളൂ. ഇതുപോലെ വെച്ച് കൊടുത്ത് കറക്റ്റായിട്ട് നമ്മളത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കൈയൊന്നും പൊള്ളാതെ സൂക്ഷിക്കണം. എന്ന് വെച്ചാൽ നല്ല ചൂടാണ് ഈ സാധനത്തിന്. കൈ പൊള്ളുകയോ അല്ലെങ്കിൽ മെറ്റീരിയൽസിൻ്റെ ബാക്കി ഭാഗങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ പിടിച്ചാൽ പെട്ടെന്ന് ഉരുകിപ്പോവും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുക. കറക്റ്റായിട്ട് വെച്ച് നമ്മൾ ചെയ്ത് ശീലിക്കുകയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ കഴിയും. നന്നായിട്ട് ചൂടാക്കുക. എന്താണെന്ന് വെച്ചാൽ സോൾഡറിങ് അയൺ നന്നായിട്ട് ചൂടാണെന്ന് മാത്രമേ ഉള്ളൂ. സോൾഡറിങ് അയൺ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതുപോലെ വെച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ സോൾഡറിങ് അയണെല്ലാം യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ വരും. ഇതാണ് ലാസ്റ്റ് ഫൈനൽ ലുക്ക് കാണുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.